ഇതെന്താ അമ്മേ? ഇതാണ് നമ്മുടെ ചെടികൾക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ സാധനം. ഇത് ചാണകമാണ് കേട്ടോ. നോക്കാം നമുക്ക്. അതെ അതെ അതെ. ഞങ്ങൾക്ക് ഇവിടെ പശുവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടുത്ത പറമ്പിലൊക്കെ ഓരോരുത്തർ ഈ കാടും പുല്ലുമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പശുവിനെ കൊണ്ടുവച്ച് കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഈ ചാണകം ഇങ്ങനെ വാരി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതുകൊണ്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. മഴയുണ്ട്. ഓക്കെ, വാ ഇറങ്ങി. അത് ഇറങ്ങാൻ പറ്റും നോക്ക്. ഓക്കെ, പതുക്കെ വീഴല്ലേ കണ്ണാ. നോക്കിയിട്ടിറങ്ങേ മോനെ, പതുക്കെ. ആ നിൽക്കേ, പോവില്ല, നിൽക്കി കണ്ണാ, അമ്മ വരുന്നു. ഇത്രയും ചാണകമാണേ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ, ഉള്ളതെല്ലാം കൂടെ ഞങ്ങൾ വാരിയെടുത്തു. ഇതിനി ജ്യൂസാക്കി മാറ്റണം. നോക്കാം എങ്ങനെയാണ് ജ്യൂസാക്കുന്നതെന്ന്. ഇത് നേരത്തെ ഞങ്ങൾ ഇതുപോലെ എടുത്ത് കൊണ്ടുവച്ചിട്ടുള്ള ചാണകമാണേ. അതിൽ കൈ അങ്ങോട്ടേക്ക്, അതിലേക്ക് നമ്മൾ ഇതും കൂടി അങ്ങോട്ട് ചെരിയും. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട്, അതായത് നല്ല ഈ പച്ചച്ചാണകം കുറച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടും. ആവശ്യത്തിനുള്ളത് മാത്രം കേട്ടോ. അതായത് നമുക്കൊരു ഇപ്പോൾ എത്ര ചെടികൾക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിനകത്തേക്ക് എടുത്തിടുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നിൽക്കി വെള്ളം എടുക്കട്ടെ, വെള്ളം എടുക്കുമ്പോൾ ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടത് കുഴച്ചെടുക്കുക. മിക്സ് ചെയ്യുക കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യുക. ജ്യൂസ് വേണോ ഇതിന്? ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം പിന്നീട് നമ്മൾ ഒഴിക്കും. ഇപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ എന്തെന്ന് പറയുന്നത് നല്ല കട്ടിയിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അതിനകത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നല്ലൊരു പാത്രത്തിൽ അത് ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കുക. അതാ നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഭരണിയാണ്. ഈ നേരത്തേക്ക് നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു ഭരണിയില്ലേ, ഭരണി തന്നെയല്ലേ അതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭരണിയിലേക്ക് ഞാൻ ഇത് നന്നായിട്ട് ഒഴിച്ച് വെച്ചു. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തു. ഇത്രയും ഒഴിച്ചു കേട്ടോ. അതിൽ കുറേശ്ശെ കലക്കിയിട്ട് അഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ട് ഇപ്പം നല്ല ഇതായി നിൽക്കുന്നുണ്ട്. ഇനി ഒരു 2 ആഴ്ച ഇത് നന്നായിട്ട് ഇവിടെ മൂടി വയ്ക്കുക. ഇതിലേക്ക് ഈ കൊതുകൊന്നും കയറാത്ത രീതിയിൽ മൂടി വയ്ക്കണം കേട്ടോ. കൊതുകൊക്കെ കയറിക്കഴിഞ്ഞാൽ കൊതുക് പെരുകാനുള്ള കാരണമൊക്കെ ആയി മാറും. അവസാനം ഈ ഹരിതസംഘക്കാരൊക്കെ വന്നിട്ട് ചിലപ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ ഒട്ടും തന്നെ പുറത്താണ് ഇത് വെച്ചിരിക്കുന്നത്, ഉള്ളിലൊന്നല്ല, പുറത്തൊരു സ്ഥലത്ത് നന്നായിട്ട് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടും വെള്ളം വേറെ പുറത്തുനിന്ന് വെള്ളമൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ട് മൂടി വെച്ചിരിക്കുക. ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞ് 2-3 ആഴ്ച, എത്ര ആഴ്ചയാലും പ്രശ്നമില്ല, എന്തായാലും ഒരാഴ്ച എന്തായാലും കഴിയണം. കഴിഞ്ഞ ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതായത് ഒരു ബക്കറ്റിലേക്ക്, നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് അതിന് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഈ ചെടികൾക്ക് തണ്ടിൽ ഒഴിച്ചു കൊടുക്കുക. നോക്കാം, നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ ഉണ്ട്, അതെടുത്തിട്ട് നമ്മളെങ്ങനെ മിക്സ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഒരു 3 ആഴ്ച മുമ്പ് നമ്മൾ ഇതുപോലെ കലക്കി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നതാണ്. അപ്പോഴേക്ക് ഈ ഒരു അത്രയും സമയം ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് ഒരു ഭയങ്കര സ്മെല്ലുണ്ടാവും ഇതിന്. അതുപോലെ നന്നായിട്ട് പുളിച്ചിരിക്കുക എന്ന് പറയുന്നില്ലേ, ആ ഒരു അവസ്ഥയിലായിരിക്കും ഇതുണ്ടാവും. ഇനി ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ചേർക്കുക. കുറച്ച് വെള്ളമൊന്നും പോരാ കേട്ടോ, നന്നായിട്ട് വെള്ളം ചേർക്കണം. അല്ലാതെ ഇത് മാത്രം കൊണ്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ചെടികൾ ഉണങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താ പറയേ? ആ എന്താ, നിനക്ക് ജ്യൂസ് വേണോ? ആ സാറില്ല സാർ. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് നല്ല വെള്ളം കേട്ടോ, ഈ പൈപ്പിൽ നിന്നൊക്കെ എടുത്ത് ചിലപ്പോൾ വെള്ളം എടുക്കുമ്പോഴേ മണക്കും. ഇപ്പം വരുന്ന ഈ ജലജീവൻ മിഷൻ്റെ വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ നല്ല എന്തെന്നാ പറയുന്നത് ബ്ലീച്ചിങ് പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വെള്ളമാണ്. അത് ചിലപ്പോൾ ചെടികൾക്ക് ഒഴിച്ചാൽ ചെടികൾ ഉണങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല കിണറിനുള്ള വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിൽ ഒരു പകുതി എടുത്തിരിക്കുന്ന ആ ഒരു ജ്യൂസാണ് നമ്മൾ ഈ
അത്രയും വെള്ളത്തിലേക്ക് നമ്മൾ കറക്കി വയ്ക്കുന്നത്. ഇനി ഇത് മതി. ഇത് എന്താ പറയുന്നത്, വളരെ കുറച്ച്, ഒരുപാടൊന്നും ഒഴിക്കരുത്. ചെടികൾ വളരെ കുറച്ച് വെച്ചിട്ട് ഓരോ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നോക്കാം, നമുക്ക് എങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ ഗാർഡനിലെ ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കും ഒക്കെ നമ്മളിത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. മുളകാണ് കേട്ടോ. അങ്ങാടി കുറേ നമ്മൾ പറിച്ചു കേട്ടോ. പറിച്ച് നിൽക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കണ്ടില്ലേ, ഇതിനുള്ളിലൊക്കെ തന്നെ മുളക് നമുക്ക് ഇപ്പം പുറത്തുനിന്ന് നമുക്ക് മുളക് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെയൊക്കെ ഉണ്ടാകുമ്പോൾ നന്നായിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ ഒഴിച്ചാൽ ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുറേശ്ശെ നമ്മൾ എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇത് നമ്മുടെ ചേമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചേമ്പിൻ്റെയൊക്കെ നാട്ടിൽ നമ്മളത് ഒഴിച്ച് കൊടുക്കും. ചെടികൾക്കും ഒഴിച്ച് കൊടുക്കും, ചേമ്പുകൾക്കും എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കും കേട്ടോ. അതിന് കണക്കാക്കി നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. ഓരോ സമയത്ത് ഒരുപാടൊന്നും ഒഴിക്കേണ്ട, കുറച്ചേ ഒഴിച്ച് കൊടുക്കുള്ളൂ കേട്ടോ. നമ്മുടെ ഒരു ഡാലിയാണ് കേട്ടോ, ഒരു കവറിലൊക്കെ വെച്ചിരിക്കുന്നത്. അതിന് ഒഴിച്ച് കൊടുക്കും. ഈ ചെറിയ പച്ചമുളകുകൾ ഇപ്പം നമ്മൾ നട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരാഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഒരാഴ്ച ഈ ഒരു ജ്യൂസ് കൊടുക്കും, വേറൊരു ജ്യൂസാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഒരേ ഇത് തന്നെയല്ല കേട്ടോ, ആഴ്ചയിൽ ഒരിക്കലേക്കേ കൊടുക്കുള്ളൂ. ഇത് വേദു ഇടയ്ക്ക് വന്നിട്ട് കയറിയിരിക്കുന്ന ഒരു കുഞ്ഞു മാവാണ്. ഇത് കുഴിച്ചിട്ട് അത്ര വർഷങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ, കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഈ മാവിനിപ്പോൾ ഞങ്ങൾ ഇതുപോലെ 2 തരത്തിലുള്ള ജ്യൂസുകളും മറ്റു ചെടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതിനും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മാവിന് ഞങ്ങൾ ഈ വർഷം ഒരു ടാർജറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ജ്യൂസ് തരണമെങ്കിൽ എന്ത് തരണമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? പറയും, ജ്യൂസ് തരണമെങ്കിൽ മാവ് നമുക്ക് എന്ത് തരണോ? മാങ്ങ തരണം. ഒരു മാങ്ങയെങ്കിലും ഈ വർഷം ഈ മാവ് ഞങ്ങൾക്ക് തന്നെങ്കിൽ മാത്രമേ ഇനി ഞങ്ങൾ നിനക്ക് ജ്യൂസ് തരുമെന്നാണ് ഞങ്ങൾ മാവിനോട് പറഞ്ഞിരിക്കുന്നത്. നോക്കാം കേട്ടോ, മാവ് നമുക്ക് മാങ്ങ തരുമോ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മാവൊക്കെ പൂക്കാനുള്ള കാലമൊക്കെ ആയി വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ബസിക്കൊക്കെ ഈ തണ്ടിന് കുറേശ്ശെ മതി കേട്ടോ, വളരെ കുറച്ച്, കൂടുതലൊന്നും വേണ്ട. വളരെ കുറച്ച് ബസികൾക്കൊക്കെ വെച്ച് കൊടുക്കാം നമ്മൾ. ഇലകളിലൊന്നും അങ്ങനെ ആവാതാണ് കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ തണ്ടുകൾക്ക് മാത്രമായിട്ട് ആ രീതിയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. കവറിലാക്കി 2-3 ഇഞ്ചികളൊക്കെ നട്ടിരിക്കുകയാണ് നമ്മൾ. നല്ല ഉഷാറായിട്ട് കൃഷികൾ വളർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചായിട്ടുള്ളൂ, വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താട്ടോ പറയുന്നത്? അത് മാരിഗോൾഡാ. നീ അല്ലേ പറഞ്ഞ അത് ബെസിയാന്ന്? അത് വെൽവെറ്റ്, അതും വെൽവെറ്റ്. വലിയ ചെടികൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇപ്പം കുഴിച്ചിട്ടിരിക്കുന്ന പുതിയ ചെടികൾക്കും കൊടുക്കും കേട്ടോ. ഈ കവറ് പതുക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനടിയിൽ തണ്ടിനടുത്ത് ഇങ്ങനെ കുറേ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ എന്താ കണ്ണാ? എന്നിട്ട് അത് കവറ് അതുപോലെ തന്നെയാണ് മൂടി വെച്ചിരിക്കുക. പിന്നെ ഇപ്പോൾ കാറ്റിനൊക്കെ പറന്നു പോകുന്നതിന് ആണ് നമ്മൾ കല്ലൊക്കെ വെച്ചിരിക്കുന്നത്. നോക്കാം കേട്ടോ. ഇതിനിടയിലൊക്കെ പുതിയ ചില ചെടികളും കൂടെ ഞങ്ങളിങ്ങനെ നട്ട് വരുന്നുണ്ട് കേട്ടോ. ഒക്കെ വലുതാകുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. ഇതിന് നമ്മൾ കവറൊന്നും വെക്കാതെ നട്ടില്ല. അത് ഉണ്ടാകും എന്നുള്ള ഉറപ്പൊന്നും ഇല്ല. ഒരു പരീക്ഷണം പോലെ ഇത് കവറൊന്നും ഇല്ലാണ്ട് പുറത്തൊന്ന് വെച്ച് നോക്കിയതാണ്. പക്ഷെ നന്നായിട്ടുണ്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ കവറിനുള്ളിലേക്ക് മാറ്റണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഡാലിയ ഉണ്ടായി വരുന്നുണ്ട് നന്നായിട്ട്. ഗോൾഡിൻ്റെ കുഞ്ഞു തൈകൾ അത് പാകിയ സ്ഥലത്തുള്ളതാണ്, അതിനും കൊടുക്കുന്നുണ്ട്. എങ്ങനെ നമ്മുടെ പുതിയ ഒരു തരം ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നോ അതെങ്ങനെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമെന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ മറക്കല്ലേ.